ഹായ് ഹലോ ഗൈസ്, ഇന്ന് വണ്ടിയും പൊക്കിക്കൊണ്ട് മൂന്നാർ മറയൂര് കാന്തല്ലൂരിലേക്കാണ് ഇത് പോകുന്നത്. അവിടെ എന്താണെന്നറിയാമോ, ഞാൻ പെണ്ണ് കണ്ട വ്യക്തിനിയുടെ വീട് അവിടെയാണ്. ഗായത്രി അന്തർജനത്തിൻ്റെ വേറെ വീട്ടിലോട്ട് പോവുകയാണ്. അവിടുത്തെ പോകുന്ന യാത്രയിലെ കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം, കാഴ്ചകളൊക്കെ. അപ്പൊ ഞങ്ങളുടെ കൂടെ ഞാനുണ്ട്, ഞങ്ങളുടെ കൂടെ വേറൊരാളുണ്ട്, കാണിച്ചു തരാം. ആരാത്? നമ്മുടെ ഉണ്ണിക്ക് കൂട്ടായി 4 വർഷത്തെ സാധനങ്ങളുണ്ട് പുള്ളിക്കാരിയുടെ. അപ്പൊ മൂന്നാർ വെച്ച് കാണാം. ബൈ. ഞങ്ങൾ ഉച്ച കഴിക്കാൻ തൊടുപുഴയിലാണ് നിർത്തിയത്. അല്ല കലക്കനൂണ്. ഇതാണ് ഗൈസ് മെയിൻ കവാടം. കാന്താര സിനിമയൊക്കെ തുറന്ന ദൈവത്തിന്റെ പൂന്തോട്ടത്തിലോട്ട് പോകുന്ന പോലെ ഇതാണ്. ഈ പാലത്തിനപ്പുറത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ കണ്ണിനും മനസ്സിനും കുളിർമയാർന്ന കാഴ്ചകളായിരിക്കും. ഞാൻ കഴിഞ്ഞിട്ട് പറയല്ല, അനുഭവസ്ഥരുണ്ടെങ്കിൽ അടിയിൽ കമന്റ് ചെയ്യും. ആ വെള്ളം കാണുന്നത് ഈ ഡാമിലെ വെള്ളമാണ്. കൊണ്ടാട്ടി പറയുന്നത്. എങ്ങനെയുണ്ട് യാത്ര? വാലടിക്കാൻ മുട്ടി നിൽക്കുവോ, അതാ ഇങ്ങനെ മയങ്ങി നിൽക്കുന്നത്. മൂന്നാറിലെ റെയിൽവേ സ്റ്റേഷൻ ഞാൻ കാണിച്ചു തരാം. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ. അങ്ങോട്ടേക്കാ പോകുന്നത് ഗൈസ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇവിടെ നമുക്ക് കുറെ കടകളും ഒക്കെ കാണാം. കടകളൊക്കെ പൊളിച്ചു മാറ്റി. റോഡ് പണിയുടെ ബന്ധപ്പെട്ടാണെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ റോഡ് പണികളൊക്കെയാണ്. അവിടെ കാണുന്നതാണ് ഇന്ത്യയിലെ ആദ്യത്തെ എന്തോ റെയിൽവേ സ്റ്റേഷൻ. മറന്നു പോയിട്ടോ ഗൈസ്. സത്യം പറഞ്ഞാൽ ഞാനിപ്പോഴാണ് അറിയുന്നത് റെയിൽവേ സ്റ്റേഷൻ മൂന്നാറുണ്ടെന്നും. എനിക്ക് കുറച്ച് ജനറൽ നോളജ് കുറവാണ് ഗൈസ്, നോളജേ ഇല്ല. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ മൂന്നാറിലെ റെയിൽവേ സ്റ്റേഷൻ സ്വെറ്റർ കടകളൊക്കെ ഉണ്ട് ഗൈസ്. എന്ത് വേണമെങ്കിലും ഇവിടെ നിന്ന് വാങ്ങിക്കാം. എന്ത് വേണമെങ്കിലും സ്വെറ്റർ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ക്യാപ്പുണ്ട്. ഇവിടെയാണ് ഗൈസ് നമ്മുടെ മൂന്നാർ ചന്ത. ഇവിടെയാണ് നമുക്ക് വിലക്കുറവിൽ എല്ലാ സാധനങ്ങളും നമുക്ക് മേടിക്കാൻ പറ്റും. മെയിൻ സ്ഥലം ഇവിടെയൊക്കെയാണ്. മെയിൻ സ്ഥലങ്ങൾ വീട്ടിൽ പോവുകയാണ്. അവിടെ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. മറയൂര് കഴിഞ്ഞു മറയൂരിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഫോട്ടോ സ്പോട്ട് കണ്ടു. അവിടെ ഫോട്ടോ എടുക്കാൻ നിൽക്കുകയാണ്. സ്റ്റോറേജ് ഫുള്ളായി. ഫോട്ടോ എടുക്കാൻ ഫോട്ടോ കൊണ്ട് വന്നു. സ്റ്റോറേജ് ക്ലിയർ ചെയ്യാം. ഇത്ര നേരം ഇവിടുന്ന് ഫോട്ടോ എടുക്കുമായിരുന്നു. മൊത്തം ഫോട്ടോ ആയി കണ്ടോ. കിടക്കുന്നേ ഉള്ളൂ. ഓക്കെ, ബൈ. പെട്ടെന്നൊരു മഞ്ഞ് വീഴ്ചകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഫുള്ള് മഞ്ഞാണ്. ഇവിടെ ഇപ്പൊ തേയില നട്ട് തുടങ്ങിയതേ ഉള്ളൂ. എല്ലാവരും ഇവിടെ ആഘോഷമാണ് ഗൈസ്. എനിക്കിവിടെ മടുപ്പാണ് ഗൈസ്. എല്ലാവരും ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങി ഗൈസ്. ഒന്ന് കാണാൻ ചേട്ടനെ തണുത്ത് തുടങ്ങി. സ്വെറ്ററൊക്കെ ഇട്ട് ഗൈസ് മൂന്നാറിന് കട വെച്ച് ആടിത്തുള്ളി വന്നവനാ ഗൈസ്. എന്തിനാ നിന്റെ തുള്ളലൊക്കെ എന്തിയേ അടിച്ചു ഗൈസ്. ഇവിടെ വഴി മൊത്തം വാളുണ്ട്. അവിടെ മൊത്തം വളടിയാണ്. മറയൂർ അടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ മഞ്ഞൊക്കെ ചെറുതായിട്ട് മാറി വരുന്നുണ്ട്. നമ്മൾ താഴത്തോട്ട് ഇറങ്ങുകയാണ്. നമ്മൾ അപ്പുറേ പോകുമ്പോ ഒരുപാട് കാണാം. നീ പൊക്കോ. കൊറേ ഉണ്ടാവും. ഇറങ്ങി ഇവിടെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല. നമുക്ക് അപ്പുറം ഇപ്പം നീ പൊക്കോ. ഇവിടെ ഫുള്ള് ഇനി ഷീമക്കൊന്ന അള്ളാടാ. ഷീമക്കൊന്ന അല്ല. റീൽസിൽ കാണുന്ന മറ്റേ അമരം നീല മൂന്നാർ ഈ സാധനത്തിന് ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ടത്. പൂവ് എനിക്ക് ഇവിടെ കിടപ്പുണ്ട്. ചെളിയാണ് താഴോട്ട് മൊത്തം. അതാ താഴെ മൊത്തം കിടപ്പുണ്ട്. വല്ലാത്ത സ്മണം കേട്ടോ.
കാണുന്ന ഭംഗിയില്ല, മണത്തിന്, സ്മെല്ലിന്. അങ്ങോട്ട് മൊത്തം താഴോട്ട്. സെയിം കളർ. അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുമ്പോ ഓക്കെയാ. ഉണ്ണി നീ ഇങ്ങോട്ട് വന്നടാ. നമ്മുടെ നമ്മ കൂടെ തന്നെ വീഡിയോ ഇട്ട പോലെ അതേണ്ടേ. നീ ഇത് അറിഞ്ഞോണ്ട് ഈ ഷർട്ട് ഇട്ട് വന്നേ അവിടെ കേറടാ. നീ ആട്ടക്കട ഏത് കടയിൽ വാങ്ങിച്ചിട്ട് ഷർട്ടാടാ ഇത്? നല്ല കറക്റ്റ് കളർ കേട്ടാ, സെറ്റാ. എന്തോ വേണം. അപ്പൊ മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് വന്നേ, മനഃപൂർവ്വം. മൊത്തം ഈ പൂവിന്റെ ഒരു മിനിറ്റ് തുറന്നൊക്കെ നെഞ്ചത്ത് പൂവുണ്ട്. എന്റെ നെഹ്റു അല്ല ചാച്ചാജി ഇതൊക്കെ എന്തേലും മാറ്റമുണ്ട്. കറക്റ്റ് ഇരിക്കുന്ന അറിയുന്ന പോലില്ല. എവിടുന്ന കറക്റ്റ് എടുത്തിരുന്നടാ. ഓഹോ മറ്റേ നീലപ്പൂ നീലപ്പൂന്നൊക്കെ വണ്ടി ഓടിയാൽ നീല കാറപ്പെട്ട ഒരു വീട്ടിൽ. ദൂരത്ത് നോക്കി അടുത്ത് വന്നാ പോയി. വണ്ടിക്കകത്ത് ഇരുന്ന് കൊള്ളാം കേട്ടോ. വണ്ടി വ്യൂ കൊള്ളാല്ലേ. നമ്പർ 2 രണ്ടാമത്തെ ഗോളും താഴോട്ട് കാണിക്കുന്നില്ല, കാരണം അവിടെ മൊത്തം ഒരു വാള അല്ലെ കണ്ടു കഴിഞ്ഞു. അയ്യോ ഇനി 55 കിലോമീറ്റർ എപ്പോ എത്തും ഇവിടെ അറിയാമോ? ഒരു മല കാണത്തില്ല. ഈ മലയുടെ അപ്പുറത്ത് അതുകൊണ്ട് അവിടെ അതിന്റെ അപ്പുറത്തെ സ്ഥലം. ഓക്കെ ഇതാണ് വാഗുവാര ടീ ഫാക്ടറി. നല്ല സ്മെല്ലുണ്ട് ചായപ്പൊടിയുടെ. എനിക്ക് ഛർദ്ദിക്കാൻ വരും. എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നുണ്ടോടാ? ഓൾറെഡി ഒരാൾ ഛർദ്ദിച്ച് പശക്കേറായിട്ടിരിക്കുക. ടീ ഫാക്ടറി. ഇതാണ് എന്താണോടാ, ഇതാണ് ബസ് സ്റ്റോപ്പ്. ആണ് അച്ഛൻ്റെ ചായ കുടിക്കുന്ന കട. അതെ, അമ്മായി അച്ഛൻ്റെ ചായക്കട. മറയൂർ ശർക്കര. ഇവിടെയാണ് മറയൂർ ശർക്കര ഉണ്ടാക്കുന്നത്. ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അതെ, അതെങ്ങനെയാണോ നിനക്കിതൊക്കെ അറിയുന്നേ? നിനക്കതൊക്കെ ഓർമ്മയുണ്ടോ? അതാണ് എല്ലാം ഓർമ്മയുണ്ട് കേട്ടോ. ഞാൻ ആകെ വീഡിയോ കോളിൽ കാണിച്ചിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ അച്ഛനൊക്കെ ഓട്ടം പോകുന്ന ശർക്കര ഫാക്ടറി. ഫാക്ടറി അതല്ല, അതല്ല വീട്. നിനക്ക് പേടിയാവുന്നുണ്ടോടാ? അവനെ കാണുന്നില്ല, എന്നാലും അവൻ എന്തൊക്കെയോ. വീട്ടിൽ വന്നു ഗൈസ്. ഇവരെക്കാട്ടിലും എനിക്കാണ് ടെൻഷൻ കൂടുതൽ. വീട്ടിൽ വന്നു, അച്ഛന്റെ വണ്ടി കിടക്കുന്നു. അവിടെ കേട്ടതാ, ഇവിടെ വീട്ടിലെത്തിയിരിക്കുന്നു. ഞാൻ ഉണ്ടാക്കിയതല്ല, അതെ മമ്മിയല്ല. സ്പെഷ്യൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓണമായിരുന്നല്ല, അത്തപ്പോയിട്ട് വെക്കായിരുന്നു ഗൈസ്. ഇതാണ് ഞങ്ങൾക്ക് താമസിക്കാൻ എടുത്തിരുന്ന റൂം. നമ്മുടെ വീട് താഴെയാണ്. അവിടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ താഴെ തണുപ്പുണ്ടോ? റോക്കി ബൈക്ക് ഒക്കെ പറയുന്നുണ്ട്. എന്താണ് എല്ലാവരും നോക്കി നിൽക്കുന്ന പറഞ്ഞാൽ ഇവനത്ത് നോക്കുന്നുണ്ട്. സ്ട്രോബെറി ഉണ്ട്, സ്ട്രോബെറി. ഇവിടെ ആനശല്യമുണ്ട്. വലിയ പ്രശ്നമൊന്നുമില്ല. വീട്ടിൽ കൂടെ വീടും ആദ്യത്തെ ഭാഗത്ത് നടന്നു ഇവിടെ വീടിൻ്റെ വാതിൽ നിൽക്കുന്നു. മറ്റേ നീല എന്നിട്ടൊക്കെ കാട്ടുപോത്ത് ആനയൊക്കെ ഇവിടുത്തെ സിംഗം, സിംഗിണി. ഇവിടുത്തെ പശുത്തൊഴുത്താണ്. പശുവുണ്ട്. ഇനി പട്ടിക്കുട്ടിയെ കാണിക്കുന്നുണ്ട്. ഒന്ന് പശുവിനെ കാണിച്ചു തുറന്നിട്ടേക്കും. ഉണ്ണി ഞങ്ങൾ ഡോളിയെ വളയ്ക്കുമെന്ന് പറയുന്നത്. അടിക്കല്ലേ ഉണ്ണി കേട്ടോ. ഉണ്ണിക്ക് അതിൻ്റെ
ദാമു മറ്റേ ഇത് ദാമുവിന്റെ രക്തമാണ്. ഇപ്പൊ ഇത് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ, ഒരു മൈൻഡ് കൺട്രോൾ ചെയ്തുകൊണ്ട്. ഓ ചെയ്തടാ ചെയ്തടാ, ഇത് ജവാൻ അടിക്കുന്ന ഉണ്ണിയാണ്. ഡോളി ഞാൻ മുളച്ച് കഴിച്ചു. പുതിയ ഷിപ്പാണ്. ഹായ്, ഹലോ. നീയും ഇവിടുത്തെ പുതിയതാ, ഞാനും ഇവിടുത്തെ പുതിയതാ. നമ്മൾ രണ്ടും പുതിയതാണ്, ഇവര് പഴയ ആൾക്കാർ. സെൽഫി എടുത്തത് സെൽഫി. നക്കല്ലേ രാജാവിന്റെ നക്കല്ലേ. ആലപ്പുഴയിൽ മാത്രം 3-6 ആമ്പലുണ്ട് കഴിച്ചിട്ടുണ്ടോ, നട്ട് വെച്ചിരിക്കുന്നു കണ്ടോ. അവിടെ വീടിന്റെ വാതിക്ക് ഒരു അരുവിയുണ്ട്, അരുവി. പെണ്ണ് കാണാൻ വന്നപ്പോൾ ഞാൻ കാണാൻ പോയില്ല, ഇവര് പോയി കണ്ടു. എന്നെ അകത്തിരുത്തിട്ട് ഇവർ ഇറങ്ങി ഇവിടെയൊക്കെ കറങ്ങാൻ പോയി. അങ്ങനെ കണ്ട് ഇവരെന്നെ കാണിക്കാൻ കൊണ്ടുപോകാൻ. ഇത് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്ന അറിയത്തില്ല. ഇത് കാട്ടിലോട്ടൊക്കെ ഇത് വേണം. മയില് 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 മയിലിന്റെ കൂട്ടം മയില്. മയിലല്ല പറയത്തില്ല. മണ്ണി പെരട്ടിയാണ്. ചകത്ത് വെച്ച് കൊടുക്കാം, അവള് തിന്നോളോ. പശുവിനെയും പശുത്തൊഴുത്തും കണ്ടിട്ട് ഞങ്ങൾ നേരെ മറയൂർ ശർക്കര ഉണ്ടാക്കുന്നത്. ഇവരുടെ വീടിന് നേരെ തൊട്ട് താഴെയാണ് മറയൂർ ശർക്കര ഉണ്ടാക്കുന്ന ആല. ഇതേ ഈ കാണുന്ന ഐറ്റമാണ്. എന്താണ് ഗൈസ്, കൈവച്ച് ഉണ്ട പിടിച്ച് ശർക്കരയാക്കുന്നത്. ഇത് കരിമ്പിൻ്റെ പാനീയം. ഇത് നല്ല ചൂടാണ്, തിളച്ചതിൻ്റെ ആ നൊരയെന്ത് പതയാണ് മേളിൽ കിടക്കുന്നത്. ഗൈസ് ഇവിടെ നല്ല ഫ്രഷ് കരിമ്പ് ജ്യൂസ് ഉണ്ട്, 2 അടിച്ചു, സൂപ്പറായിരുന്നു. ഞാനും അങ്ങനെ മറയൂർ ശർക്കര ഉണ്ടാക്കാൻ പഠിച്ചു ഗൈസ്. ഇതേ കാണും. ഞങ്ങൾക്ക് വെളുത്തുള്ളിയൊക്കെ വാങ്ങാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ കുറച്ച് സാധനമാണ്, ശർക്കര, മറയൂർ ശർക്കരയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു വന്നു. ഫോട്ടോ സ്റ്റോറി ഇടുക. ഗായത്രി യന്ത്രജനത്തിൻ്റെ പഠിപ്പിച്ച ടീച്ചറിൻ്റെ കടയാണിത്. വളർത്തി കച്ചവടം ചെയ്യുന്നതാണ്. ഇത് ഉണ്ണി, ഇത് വെളുത്തുള്ളി, ഇത് ഉണ്ണി. സാധനങ്ങളെല്ലാം വാങ്ങിച്ചു. അവിടെ ഞങ്ങൾ ഇവിടെ തിരിക്കുകയാണ്. മറയൂർ ചന്ദനക്കാടിൻ്റെ നടുക്കാണ് കറക്റ്റ്. ഞാൻ ഫുൾ ചന്ദനം നിൽക്കുന്നത്. നമ്പരൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഹായ്, ഹലോ ഗൈസ്. മറയൂർ ചെക്ക് പോസ്റ്റ് ഉണ്ട് ലാസ്റ്റ്. മറയൂരിൽ നിന്ന് ഇറങ്ങി മൂന്നാറിന് ഒരു ലാസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ ഒരു ഫോറസ്റ്റ് ഓഫീസർ സാറുണ്ട്, കട്ടിമൂശ എനിക്ക് പേരറിയത്തില്ല, പേര് നോക്കിയില്ല പെട്ടെന്ന്. പിന്നെ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല, വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. വണ്ടി ഓടിക്കുന്നുണ്ട്. പുള്ളി നമ്മുടെ കാർ ചെക്ക്, എല്ലാ കാർ ചെക്ക് ചെയ്യുന്നുണ്ട്. കാർ ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നപ്പം പുള്ളി കണ്ടപ്പോഴേ പേടിച്ച് അതുപോലെ വന്നപ്പം പുള്ളി വന്നു. ഡോർ തുറക്കാം, ബാക്ക് തുറക്കാൻ പറഞ്ഞു. ബാക്ക് പെട്ടെന്ന് ലോക്ക് ഓപ്പൺ ആയില്ല. ഞാൻ പിന്നെ ഇറങ്ങി ചെന്നു. അപ്പോൾ പിന്നെ അപ്പം ചെന്നു, അവൻ തുറക്കാമെന്ന് ചോദിച്ചു. ഞാൻ തുറന്നു കൊടുത്തു. തുറക്കാമെന്ന് ചോദ്യമൊക്കെ എൻ്റെ മുന്നേ എന്തോ വിനയം, എന്തോ സ്നേഹത്തോടൊക്കെ ചോദിക്കുന്ന പറയാം. ഇതുപോലെ എനിക്ക് തോന്നുന്നൊരു പോലീസുകാരൻ ഇങ്ങനെ സംസാരിക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇങ്ങനെ ഒരു സ്നേഹത്തോടെ, അല്ലാതെ കലിപ്പില്ല, അടിക്ക് തുറക്കണം, കാരണം നോക്കണം എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. ഇതൊന്നും സ്നേഹത്തോടെ തുറക്കുക, നോക്കട്ടെ, എവിടെ പോകുന്നു, എന്തിനു പോകുന്നു, എങ്ങനെ. ഞാൻ പറഞ്ഞ പോലെ ആലപ്പുഴ വീട്, കല്യാണം കഴിക്കുന്ന വീട് മറയൂര, കാന്തല്ലൂര. അപ്പോൾ അവിടെ പോയാൽ വിടാൻ വേണ്ടി പോയാൽ തിരിച്ച് പോകുക എന്നൊക്കെ പറഞ്ഞപ്പോൾ കുറേയിൽ മറ്റേ ഉള്ളി കാര്യങ്ങളൊക്കെ ഉണ്ട്. തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടാൽ വേണ്ടി ഉള്ളിയും ശർക്കരയും മറയൂർ ശർക്കര കുറേ ഐറ്റങ്ങളൊക്കെ ഉണ്ട്. അത് കണ്ടിട്ടാണോ ചിരിച്ചത്? പുള്ളി കൂളായിട്ട് ഒരു പവറുള്ള വലിയ ഉദ്യോഗസ്ഥരാണ്. അത്രയും പവറൊന്നും കാണിച്ചില്ല. സ്നേഹത്തോടെ ഒന്ന് സാധാരണക്കാർ പോയി വന്നു, ചോദിച്ചു, സംസാരിച്ചു, സ്നേഹത്തോടെ എന്ന് പറഞ്ഞു. ഓക്കെ, ഇതൊക്കെയാണ്, ഓക്കെ, ചെക്ക് ചെയ്തു, ഓക്കെ, ഇപ്പോൾ പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞു, ഹാപ്പിയാക്കി വിട്ടു. സാധാരണ കലിപ്പായിരിക്കും, ചെക്ക് പോസ്റ്റ് ചെന്ന് കഴിഞ്ഞിട്ട് അതൊക്കെ ഇത് വെക്കണം എന്നൊക്കെ പറഞ്ഞു. ഇത് ഹാപ്പി, കൊള്ളാം, സൂപ്പർ സാർ. സാറിൻ്റെ പേരോ ഒന്നും എനിക്കറിയത്തില്ല. ഇൻസ്റ്റഗ്രാം ഐ ഡി ഒന്നും അറിയത്തില്ല. അപ്പം ഈ പറഞ്ഞ അടയാളം വെച്ച് അറിയാവുന്നൊരു ഐ ഡി ഒന്ന് മെൻഷൻ ചെയ്തല്ലോ. മറയൂർ ചെക്ക് പോസ്റ്റിൽ നിൽക്കുന്നതാണ്, ഫോറസ്റ്റ് ഓഫീസറാണ്. പിന്നെന്തുവാ, മീൻസ് നല്ല ഹൈറ്റ്, ഫിസിക്കൽ സെറ്റ് ബോഡി, പിന്നെ കട്ട മീശ.
ഒരു ചിരി ചിരിച്ചാൽ പോലെ അടിപൊളി. എല്ലാവരും കാണാൻ അറിയാം. ഇവിടെ ചിരിയിലെ വണ്ടി ഡെക്കിയല്ലേ, വണ്ടി വരെ നമ്മൾ പൊളിച്ച് തുറന്ന് കാണിച്ചു കൊടുക്കുക സാറിന്. അപ്പോൾ അറിയാവുന്ന ഒരു ഐഡിയ ഒന്ന് മെൻഷൻ ചെയ്യുന്ന അടിയിൽ. ഓക്കെ ബൈ. അപ്പോൾ അടുത്ത യാത്രയുമായി കാണാം. Thank you for watching my videos. Please subscribe, like, share, and comment.